ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്നരുളി ചെയ്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദുശാഠ്യം ദൈവവചനത്തോടോ എന്നതിനെ കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 75-ാം അധ്യായം 4-5 തിരുലിഖിതങ്ങൾ. വമ്പ് പറയരുത് എന്ന അഹങ്കാരിയോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടനോടും ഞാൻ പറയുന്നു. ആകാശത്തിനെതിരെ നിന്റെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ സ്വർഗം താണിറങ്ങി വരുന്ന നിമിഷങ്ങളാണ് തുടർന്ന് വരുന്ന ഈ മണിക്കൂർ. ഞാൻ നിങ്ങൾ ഒരുപക്ഷെ വിശ്വാസത്തോടെയോ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലോ കാണാൻ വേണ്ടിയോ വെറുതെ ഒരു ടൈം പാസിനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ടെലിവിഷന് മുമ്പിൽ ഇരിക്കുന്നത്. എങ്കിലും പ്രിയ ദൈവ പൈതലേ, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യജീവന്റെ വചനങ്ങളാണ് ഞാൻ നിങ്ങൾ കേൾക്കുന്നത്. അവിടെ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് തോമസ്. എൻ്റെ ഭാര്യയുടെ രോഗത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചത് അറിയിക്കാനാണ് ഞാൻ ഇത് എഴുതുന്നത്. ഞങ്ങളുടെ നാട് തൃശ്ശൂർ. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അത് വളരെ കൂടിയ സ്റ്റേജിലാണെന്നും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ലങ്സ് പോലെയുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നും ഇനി രക്ഷയില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഞങ്ങൾ വളരെ തകർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അഭിഷേകാഗ്നിയിൽ പ്രാർത്ഥിക്കൂ എന്ന് ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളോട് അറിയിച്ചു. ഞങ്ങൾ അങ്ങനെ സൺഡേയിൽ രാത്രി 8:30 അഭിഷേകാഗ്നിയിൽ 2010 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഈ രോഗം മാറ്റണമേ എന്ന് ഞങ്ങൾ നിലവിളിച്ചു. ഇത് പൂർണ്ണമായി മാറുകയാണെങ്കിൽ ഞങ്ങൾ ഇത് അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്താം എന്ന് ഒരു നേർച്ചയും നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം 9/8/2010 ഞങ്ങൾ വീണ്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അടുത്ത സ്കാനിങ്ങിന് പോയി നോക്കി. അപ്പോൾ ആ റിപ്പോർട്ട് വന്നപ്പോൾ നേരത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന പ്രകാരമുള്ള യാതൊരു ക്യാൻസറും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അതിനുശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒരു ചികിത്സയും ഒരു വേദനയും ഒരു രോഗവും എൻ്റെ കുടുംബത്തിലോ എൻ്റെ ഭാര്യയ്ക്കോ അനുഭവപ്പെടുന്നില്ല. ഡോക്ടർമാർ ചികിത്സ നിർത്താൻ നിർദ്ദേശം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. ഡോക്ടറുടെ അടുത്ത് പോയി ഭാര്യയുടെ രോഗത്തെക്കുറിച്ച് സ്കാനിങ് റിപ്പോർട്ട് എടുത്തപ്പോൾ ബ്രസ്റ്റിൽ ക്യാൻസർ ആയിരിക്കുന്നെന്നും അത് കൂടിയ സ്റ്റേജിലാണെന്നും അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുന്നുവെന്നും ഇനി രക്ഷയില്ലാത്ത വിധം അത് വർദ്ധിച്ചിരിക്കുന്നുവെന്നും പറഞ്ഞു. അതിനുശേഷം ഉപരി ചെക്കപ്പിന് വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 8/8/2010 അവർ പൊട്ടിക്കരഞ്ഞ് അഭിഷേകാഗ്നി സമയത്ത് അങ്ങോട്ട് പ്രാർത്ഥിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ 9/8/2010 ഈ കുടുംബം വീണ്ടും ഉപരി ചെക്കപ്പിന് വേണ്ടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അടുത്ത സ്റ്റേജിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴാണ് ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർമാർ 2 സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് പറയണത്, തലേ റിപ്പോർട്ടിൽ കാണുന്ന ഒരു രോഗവും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ലല്ലോ, ഇതെന്താണിതെന്ന് പറഞ്ഞ് ഡോക്ടർമാർ അത്ഭുതപ്പെടുന്നത്. ഹല്ലേലൂയ. ഇനി ഒരു ചികിത്സയും വേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ഒരു രോഗവും ഒരു ചികിത്സയും ഒരു വേദനയില്ലെന്ന് അവർ നമ്മളെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇപ്പോൾ കരങ്ങൾ ഉയർത്തുകയാണ്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ്
പലസ്തീനയിൽ യേശു ക്രിസ്തു സഞ്ചരിച്ചിരുന്ന നാളുകളിൽ എങ്ങനെ കർത്താവായ ദൈവം സ്വർഗം തുറന്ന അത്ഭുതങ്ങൾ വർഷിച്ചുവോ, അതുപോലെ ദൈവവചനത്തിന്റെ സമയത്ത്, യേശു ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് സ്വർഗം തുറന്ന് അത്ഭുത ശക്തി ഇറക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പവർ, പവർ, മോചനമേകും പവർ, പവർ, യേശുവിന്റെ രക്തം, പവർ, പവർ, രക്തം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം വിടുതൽ സംഭവിക്കട്ടെ. മോചനമേകും പിശാച് വിട്ടുപോകട്ടെ. യേശുവിന്റെ രക്തം രോഗം മാറട്ടെ. രോഗം മാറട്ടെ. തീരാവ്യാധികൾ നീങ്ങട്ടെ. വിട്ടുപോകട്ടെ. രോഗം മാറട്ടെ. തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രോഗം മാറട്ടെ. തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. തീരാവ്യാധികൾ നീങ്ങട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രക്തം, 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 യേശുവിന്റെ രക്തം, തിരുരക്തം, മോചനമേകും വിടുതൽ രക്തം, 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 യേശുവിന്റെ രക്തം, മോചനമേകും യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ സാത്താനും അവന്റെ കൂട്ടാളികളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗവും അതിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ രക്തത്താൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർച്ചകൾ യേശുവിന്റെ രക്തത്താൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകത്തിൽ 75-ാം അധ്യായത്തിൽ 4ഉം 5ഉം തിരുലിഖിതങ്ങൾ, വമ്പ് പറയരുത് എന്ന് അഹങ്കാരിയോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടനോടും ഞാൻ പറയുന്നു. തിരുലിഖിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു താക്കീത് ലോകത്തിന് നൽകുകയാണ്. വമ്പ് പറയരുത് എന്ന് അഹങ്കാരിയോടും കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടനോടും ഞാൻ പറയുന്നു. എന്നിട്ട് അതിനെക്കുറിച്ചൊരു വിശദീകരണം തരികയാണ്. നീ ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ദൈവത്തിനെതിരെ നിന്റെ കൊമ്പുയർത്തരുത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് അനേകം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കാണുന്ന ഒരു പ്രത്യേക പ്രവണതയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകളെ നിന്ദിക്കുക, ദൈവവചനത്തോട് മത്സരിക്കുക, ദൈവവചനത്തോട് ദുശാഠ്യം കാണിക്കുക. ദൈവവചനത്തോട് നീ ദുശാഠ്യം കാണിക്കുന്ന ഒരു പൈതലായി മാറരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16:11 പഠിപ്പിക്കുകയാണ്, ദുശാഠ്യക്കാരൻ ഒരുവനേ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. അത് മനുഷ്യരോട് ദുശാഠ്യം കാണിച്ചാലും, ദൈവത്തോട് ദുശാഠ്യം കാണിച്ചാലും, ദൈവവചനത്തോട് ദുശാഠ്യം കാണിച്ചാലും അത് ഗൗരവമേറിയ ഒരു തെറ്റാണ്. ദുശാഠ്യം കഠിന ഹൃദയമായിട്ടിരിക്കുക, ഹൃദയത്തെ കടിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 28-29 തിരുലിഖിതങ്ങൾ, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല, എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ച് വളരുന്നു. അഹങ്കാരികളുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. പ്രതിവിധിയില്ലാത്ത കഷ്ടതയുടെ കൊളുത്തിലിട്ട് വലിക്കപ്പെടുന്നവനാണ് അഹങ്കാരി എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുലിഖിതത്തിലാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ അതിനൊരു ഉദാഹരണം ജെറമ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുക്കുകയാണ്. ജെറമ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 39-ാം അധ്യായം, യൂദാ രാജാവായ സെദക്കിയ രാജാവിൻ്റെ ദുശാഠ്യമാണ് അവിടെ കാണുന്നത്. പിതാക്കന്മാരുടെ ദൈവം ജനത്തോടും രാജാവിനോടും രാജകുടുംബത്തോടും കരുണ തോന്നി ജെറമ്യ പ്രവാചകനെ ഇതാ നാശത്തിൻ്റെ തൊട്ട് മുമ്പ് സെദക്കിയായുടെ കൊട്ടാരത്തിലേക്ക് അയച്ചിരിക്കുകയാണ്.
എന്നിട്ട് സ്വർഗത്തിന്റെ ദൂതുകൾ 1 by 1 ആയി ഇതാ ജെറമിയ സെദക്കിയ രാജാവിനെയും ദൈവജനത്തെയും കുടുംബങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ ആവർത്തിച്ച് ദൈവവചനം കേട്ടിട്ടും ഈ സെദക്കിയ ദൈവവചനത്തിന് വേണ്ടി ചെവി കൊടുക്കണില്ല. സെദക്കിയ രാജാവ് ദൈവവചനം കേൾക്കുമ്പോൾ അപ്പോൾ തന്നെ സ്വന്തം ബുദ്ധിയിലിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ആ ദൈവവചനത്തിനെതിരെ ഹൃദയം കൊട്ടിയടയ്ക്കുന്ന രംഗമാണ് 38-39 അധ്യായങ്ങളിൽ ജെറമിയ പ്രവാചകൻ ഗ്രന്ഥത്തിൽ കാണുന്നത്. അതിൻ്റെ പരിണതഫലമായി എന്തുണ്ടായി? അതിൻ്റെ പരിണതഫലമായി ഇതാ ജെറമിയ പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെ ആ രാജ്യത്ത് സംഭവിക്കുകയാണ്. ആ രാജ്യം വലിയ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. 39 അധ്യായത്തിൽ 6 മുതൽ 9 വരെയുള്ള തിരുലിഖിതങ്ങളിൽ എന്തൊക്കെയാണ് സെദക്കിയയുടെ കുടുംബത്തിനും രാജ്യത്തിനും സംഭവിച്ചത് എന്ന് കാണുന്നുണ്ട്. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറും സൈന്യനിരകളും വന്ന് ഈ യൂദയ രാജ്യത്തിനെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തി. ആ രാജ്യത്തെ നശിപ്പിച്ച് ആ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ സെദക്കിയായി കുടുംബങ്ങളെല്ലാം പ്രാണരക്ഷാർത്ഥം പരക്കം പാഞ്ഞ്, ജനങ്ങളെല്ലാം പരക്കം പാഞ്ഞോടി, എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 39 അധ്യായം 6 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ബാബിലോൺ രാജാവിൻ്റെ ദൂതന്മാർ എല്ലാവരെയും വളഞ്ഞ് തടവുകാരാക്കി നെബൂഖദ്നേസറിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. സെദക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സെദക്കിയായുടെ കാൺകെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദക്കിയ രാജാവ് നോക്കി നിൽക്കുമ്പോൾ സെദക്കിയ രാജാവിനെ മുമ്പിലിട്ട് സെദക്കിയ രാജാവിൻ്റെ മക്കളെ ആ ബാബിലോൺ രാജാവും സൈന്യനിരകളും വെട്ടിക്കൊന്ന് അവരുടെ പ്രഭുക്കന്മാരെയും സെദക്കിയ രാജാവ് നോക്കി നിൽക്കുമ്പോൾ രാജാവിൻ്റെ കൺമുമ്പിലിട്ട് അന്ന് വരെ രാജാവിന് ഉപദേശം കൊടുത്തവരെ, അന്ന് വരെ രാജാവിന് സപ്പോർട്ട് ചെയ്തവരെ, അന്ന് വരെ രാജാവിന് മുമ്പിൽ നടന്നവരെ എല്ലാവരെയും രാജാവിൻ്റെ കൺമുമ്പിലിട്ട് ആ ബാബിലോൺ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം പടയാളികൾ വെട്ടി കൊലപ്പെടുത്തി. വീണ്ടും 7-ാമത്തെ തിരുലിഖിതം, സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങലക്കിട്ട് പൂട്ടി. എന്നിട്ട് ഈ 1600 കിലോമീറ്റർ ഈ ജെറുസലേമിൽ നിന്ന് ബാബിലോൺ വരെ 2 കണ്ണും കുത്തിപ്പറിച്ചെടുത്തിട്ട് ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ഈ രാജാവിനെ ചാട്ടയ്ക്കടിച്ച് നടത്തുകയാണ്. വീണ്ടും അടുത്തത് 8-ാമത്തെ വാക്യം, കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു, ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസരദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. സകല ആളുകളെയും അടിമകളായി, ഏതാനും നിർധനരായ ആളുകളെ അവിടെ ഉപേക്ഷിച്ചിട്ട് ബാക്കി മുഴുവൻ ആളുകളെയും ചങ്ങലക്കിട്ട് അടിമകളായി ബാബിലോണിലേക്ക് നാടുകടത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് 38-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം, പിതാക്കന്മാരുടെ ദൈവം ഈ രാജകുടുംബത്തോടും രാജകുടുംബാംഗങ്ങളോടും ജനത്തോടും ദേശത്തോടും കരുണ തോന്നി ജെറമിയ പ്രവാചകൻ അയച്ചിട്ട് സ്വർഗത്തിന്റെ ദൂതുകൾ ആവർത്തിച്ച് ആ രാജ്യത്ത് കൊടുത്തുകൊണ്ടിരുന്നു, ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി, ഈ രാജകുടുംബാംഗങ്ങളെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി. എന്നാൽ സെദക്കിയ എന്താണ് ചെയ്തത് എന്ന് ദിനവൃത്താന്തം 2-ാം പുസ്തകം 36-ാം അധ്യായം 12-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ അവൻ തിന്മ ചെയ്തു. കർത്താവിൻ്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുമ്പിൽ അവൻ തന്നെ എളിമപ്പെടുത്തിയില്ല. ദൈവം ജെറമിയ പ്രവാചകനിലൂടെ ദൈവരാജ്യ ദൂതുകൾ അറിയിച്ചപ്പോൾ ഈ സെദക്കിയ രാജാവ് ചെയ്ത വലിയൊരു അകൃത്യമാണ്, ദൈവവചനം അറിയിച്ച ജെറമിയ പ്രവാചകന്റെ മുമ്പിൽ അവൻ തന്നെ എളിമപ്പെടുത്തിയില്ല. പിന്നെ എന്തു ചെയ്തു? എളിമപ്പെടുത്തിയില്ലെങ്കിൽ അപ്പം തന്നെ മറ്റൊരു തിന്മ സംഭവിക്കും. അതാണ് ദൈവവചനത്തിൻ്റെ മുമ്പിൽ അവൻ്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഇപ്രകാരം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇതാ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയ ദൈവ പൈതലേ,
ദൈവവചനം കേൾക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തിന്മയാണ്. ഇതൊക്കെ നടപ്പാകണ കാര്യമാണോ? ഇതൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ശരിയാവുമോ? എപ്പോഴും ദൈവവചനം ഓർക്കാൻ പറ്റുമോ? എപ്പോഴും വചനം കേൾക്കാൻ പറ്റുമോ? എപ്പോഴും ധ്യാനം കൂടാൻ പറ്റുമോ? ഇതൊക്കെ ശരിയായിരിക്കുമോ? ഇതൊക്കെ പൊട്ട തെറ്റായിരിക്കും? ഇതൊക്കെ തോന്നിയാൽ ഇങ്ങനെ അവനവൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത അനുസരിച്ച് ഓരോ തിന്മകളുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. എന്നിട്ട് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു തിന്മയാണ് ദൈവവചനത്തിൻ്റെ മുമ്പിൽ അവനവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയണത്, ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അന്ന് ലോത്തിന്റെ കാലത്ത് ലോത്തിന്റെ അയൽവക്കക്കാരോടും ലോത്തിന്റെ മക്കളെ കല്യാണം കഴിക്കാറുന്ന പലരോടും ദൈവികമായ കാര്യങ്ങൾ അറിയിക്കാൻ ദൈവം സംവിധാനം ഒരുക്കി. എന്നാൽ അവർക്ക് തോന്നി തമാശ പറയുകയാണത്രേ അവർക്ക് തോന്നിയത്. അഹങ്കാരം കാണിച്ച ലോത്തിന്റെ അയൽക്കാരോട് ദൈവം കരുണ കാണിച്ചില്ലെന്ന് നിങ്ങൾ ഓർക്കണം. അഹങ്കാരം കാണിച്ച ഫറവോയോടും അവന്റെ ദൂതഗണങ്ങളോട് ദൈവം എന്താണ് ചെയ്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാശത്തിന് തൊട്ടു മുമ്പ് മോശ പ്രവാചകൻ ഫറവോയുടെ കൊട്ടാരത്തിൽ ദൈവവചനം പ്രസംഗിച്ചതായി നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഹൃദയം കഠിനമാക്കി. ഫറവോയും അവന്റെ ദൂതഗണങ്ങളും ചെങ്കടലിൽ ഈയക്കട്ട താഴുന്നത് വരെ അവർ ദൈവവചനത്തിനു മുമ്പിൽ ഹൃദയം കഠിനമാക്കി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 28-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അഹങ്കാരികളുടെ കഷ്ടതകൾക്ക് അതിരില്ല. ദൈവവചനത്തിന് മുമ്പിൽ ഹൃദയം കഠിനമാക്കുന്നവൻ, അതിനോട് മത്സരിക്കുന്നവൻ, അങ്ങനെയുള്ളവന്റെ കഷ്ടതകൾക്ക് അതിരില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ് അതിന് പ്രതിവിധിയില്ല. എന്നിട്ട് പറയാണ്, കാരണം അവന്റെ ഹൃദയത്തിൽ ദുഷ്ടത വേരുറച്ച് വളരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത വേരുറച്ച് വളരുന്നു. ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ദൈവവചനത്തോട് ഒരു ദുശാഠ്യം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മാത്സര്യം തോന്നുന്നുണ്ടെങ്കിൽ, ഒരു എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനമാക്കാൻ തക്കവണ്ണമുള്ളൊരു അവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പേ വചനം പഠിപ്പിക്കുകയാണ്, അവൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത വേരുറച്ച് വളരുന്നത് കൊണ്ട് വചനം പാറപ്പുറത്ത് വീഴുന്ന വിത്ത് പോലെയാണ് അവൻ്റെ ഹൃദയത്തിൽ. സംശയമുണ്ടെങ്കിൽ ഹേറോദോസിന്റെ കൊട്ടാരത്തിൽ സ്നാപക യോഹന്നാൻ വചനം പ്രസംഗിച്ചപ്പോൾ ആ വചനത്തോട് ഹേറോദോസ് എന്താ ചെയ്തത്? ഹേറോദ്യമായുള്ള തിന്മ അവന്റെ ഹൃദയത്തിൽ വേരുറച്ചു നിന്നിരുന്നത് കൊണ്ട് സ്നാപക യോഹന്നാനിലൂടെ സ്വർഗം കൊടുത്ത ദൂത് ഹേറോദോസിന് നിത്യരക്ഷയുടെ വചനങ്ങളായി മാറിയില്ല. പാറപ്പുറത്ത് കുറച്ച് വിത്തുപോലെയായി പോയില്ല അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ ദൈവവചനത്തോടും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളോടും മല്ലടിക്കുന്ന അരൂപികളെയും വിമത സ്വഭാവത്തിന്റെ അരൂപികളെയും എതിർപ്പിന്റെ അരൂപികളെയും ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നിഷ്കാസനം ചെയ്ത് ദൈവവചനത്തോട് തുറവിയുള്ള അന്തരീക്ഷം ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നിങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ആഗ്രഹിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ദൈവവചനത്തോട് മല്ലടിക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. യേശുവേ, ആരാധന 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 ആരാധന. വിടുതൽ സംഭവിക്കട്ടെ. യേശുവേ, യേശുവേ, രക്താഭിഷേകം രക്താഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ, സമൂഹങ്ങൾ വിടുതൽ പ്രാപിക്കാൻ രക്തം ഇപ്പോൾ വ്യാപരിക്കട്ടെ. പവർ 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 പവർ. തലമുറ തലമുറ കെട്ടുകൾ പൊട്ടട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഗ്ലോറി ഗ്ലോറി. അത്ഭുത ശക്തി. ദൈവിക ഗീതങ്ങൾ കൈകൊട്ടി പാടട്ടെ. ഞാൻ ദൈവിക ഗീതങ്ങൾ. രക്തം 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 രക്തം. യേശുവിൻ രക്തം. വിടുതലിന്റെ രക്തം. അത്ഭുത രക്തം. രക്തം രക്തം. യേശുവിൻ രക്തം. മോചനവേഗം. യേശുവിൻ രക്തം. യേശുവിൻ രക്തം. യേശുവിൻ രക്തം. യേശുവിൻ രക്തം. ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഇപ്പോൾ ഈ സമൂഹത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും കാലങ്ങളായി ദൈവവചനത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും ധ്യാനങ്ങളിൽ നിന്നും ദൈവവചന ശ്രവണത്തിൽ നിന്നും ദൈവമക്കളെ അകറ്റിക്കൊണ്ടുപോകുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും സാത്താന്യ പ്രവർത്തനങ്ങളും പൈശാചിക പടകളും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായം 15-ാം തിരുലിഖിതം. ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരനായ കർത്താവേ, മഹനീയനായിടും സകലേശനെ, ബലഹീനരായിടും ഞങ്ങളെ നീ തളരാതെ എന്നെന്നും കാത്തിടണേ. ദയാപരനായ കർത്താവേ, മഹനീയനായിടും സകലേശനെ, ബലഹീനരായിടും ഞങ്ങളെ നീ തളരാതെ എന്നെന്നും കാത്തിടണേ. ആരാധനയ്ക്കർഹൻ യേശു മാത്രം, ഏകനാം ദൈവമാമേശു മാത്രം, നിൻ മുൻപിലേകും നിതാരാധന, നിത്യമഹത്വത്തിനാരാധന. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും അവരവരിയ്ക്കുന്ന ഇടങ്ങളിലിരുന്ന് രക്ഷിതാവും കർത്താവുമായ യേശുവിനെ ഹൃദയം നുറുങ്ങി വിളിക്കുമെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതലുണ്ട്. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കണമെന്ന് പിതാവായി ദൈവം ആഗ്രഹിക്കുന്നു. അവിടെയാണ് അത്ഭുതങ്ങൾ, അവിടെയാണ് സൗഖ്യങ്ങൾ, അവിടെയാണ് വിടുതലുകൾ, അവിടെയാണ് അഭിഷേകങ്ങൾ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് 2 കരങ്ങളും ഈശോയിലേക്ക് ഉയർത്തി എത്രമാത്രം തീഷ്ണത യേശുവിനെ വിളിക്കാമോ അത്രയും തീഷ്ണതയോടെ, അത്രയും നാദത്തോടെ, അത്രയും ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. ഈശോയേ, മരണത്തെ ജയിച്ചവനെ, യേശുവേ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ പാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും പാഴണമേ. ബന്ധനമഴിയട്ടെ, വിടുതൽ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. എൻ്റെ പേര് ലിജി.
ജി അൽഫോൺസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു, ബസിലിക്ക ഇടവക. എറണാകുളം ബസിലിക്ക ഇടവകയിൽ നിന്നാണ് വരണത്. ഞാൻ വീണ് എൻ്റെ കൈ പൊക്കാൻ പറ്റാതെയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പോൾ ടെൻഡം പൊട്ടിയേക്കാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസാന്തിയിൽ വെച്ച് ഇവിടെ വന്ന് പ്രെയർ കൂടിയപ്പോൾ നേർച്ച നേർന്നു ഓപ്പറേഷൻ കൂടാതെ എൻ്റെ കൈ പൊങ്ങുവാണെങ്കിൽ. ഓപ്പറേഷൻ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തായിരുന്നോ? അതെ, പിന്നത്തെ വ്യാഴാഴ്ച അഡ്മിറ്റ് ആയിട്ട് വെള്ളിയാഴ്ച ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞില്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി തീരുമാനം എടുക്കാം. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ഇവിടെ വന്ന് പ്രെയർ കൂടി കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. എൻ്റെ കൈ ഒട്ടും പൊങ്ങിൽ, എനിക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാൻ വണ്ടിയിൽ കയറി ഇവിടെ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരാളുടെ കൈ പൊങ്ങലില്ല, ആ കൈ ഇപ്പം നന്നായിട്ട് പൊങ്ങേണ്ടിരുന്നു. അപ്പം എൻ്റെ കൈ നന്നായിട്ട് പൊങ്ങി. എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഏരിയ കാരണം സ്കാൻ ചെയ്ത് വെച്ച് തന്നെയല്ലേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുള്ളൂ. അത് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് സിസ്റ്റർ എടുത്ത് സിസ്റ്റർ എന്നോട് പറഞ്ഞു സാരില്ല, 7 വിശ്വാസ പ്രമാണം ചെല്ലിക്കോ ഡോക്ടറെ അടുത്ത് പോകണവരെയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 7 വിശ്വാസ പ്രമാണം ചെല്ലി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈ പൊങ്ങുന്നതുകൊണ്ട് ഇനി ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ആ വിശ്വാസ പ്രമാണം ചൊല്ലി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് വേണ്ട നിർദ്ദേശം ഡോക്ടർക്ക് കൊടുത്ത് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ കൈക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ, ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞയച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ 2 കരങ്ങളടിച്ച് നന്നായിട്ട് കൈയടിച്ച് കൈകൾ കൊട്ടി പാടി പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യവും ജീവനും ആകുന്ന ദൈവം. സിയോനിൽ വാഴുന്ന ദൈവം, അവൻ മർത്യനെ കാക്കുന്ന ദൈവം, വഴിയും സത്യം